അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കൊങ്ങിണി ചെടീൻ്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ, ആ ഒരു തൂണിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് PVC പൈപ്പ്. ഞാൻ ശരിക്കും PVC പൈപ്പ് അല്ല കേട്ടോ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ ആ ഒരു ചിമ്മിണിക്ക് കൊടുക്കണ ഒരു കുഴലുണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ആ കൊങ്ങിണി ചെടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അപ്പോൾ നല്ല ബുഷിയായിട്ട് എങ്ങനെ അതിൽ വളർത്തിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ. ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പ്ലാൻസ് അയച്ചു തരുമോ, ഓൺലൈനിൽ സെയിലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചാണ്ട് കമൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായില്ല. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഓൺലൈനിൽ ചെടികൾ അയച്ചു തരുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഗീവ് അവേ നടത്തുന്നതെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെക്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എൻ്റെ കയ്യിലുള്ള ലെൻഡാന ചെടിയുടെ കളർ ചേഞ്ചുകളൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ റോസ് കളറിലുള്ള ചെടിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ്, അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത്. ഇത് പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇത് സെക്കൻഡ് വണ്ണാണ്. ഇത് യെല്ലോ കളറാണ്, നല്ല ഡാർക്ക് യെല്ലോ ആണ്, ഫുൾ യെല്ലോ. അതേപോലെ തന്നെ ഇതാ നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നതാണ് ഈ റെഡ് കളറ്. നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല ഡാർക്ക് റെഡാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിലേറെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഈ ഒരു ചെടി ഉള്ളത്. അപ്പോൾ ഈ നാലാമതായിട്ട് കാണിക്കുന്നതാണ് ഇത് ലൈറ്റ് കളർ യെല്ലോ ആണ്. അതായത് ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കിന് ഷെയ്ഡ് ഇങ്ങനെ വൈറ്റിലേക്ക് പോകും, അതുകൊണ്ട് അതിനൊരു ലൈറ്റ് കളറാണ് കാണുള്ളൂ. പിന്നെ അഞ്ചാമത്തെ വെറൈറ്റി എന്ന് പറയുന്നതാണ് ഈ ഒരു വയലറ്റ് കളറ് പൂവ്. അപ്പോൾ ഇത് പറഞ്ഞാൽ മറ്റേതൊക്കെ കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ്, ഇത് അതുപോലെയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെടി ഇതുപോലെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ചെടി ഇങ്ങനെ ഒരു കമ്പ് നട്ടുണ്ടാക്കിയത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിവിടെ നല്ല വെയിലൊക്കെ കൊള്ളുന്നൊരു ഏരിയയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടതായിരുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ അന്ന് ചെടിയൊന്നും ഇതിൽ വെച്ചിട്ടുണ്ടായില്ല, ഈ ചെടി കുറച്ച് വലുതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഒരു ശരിയാക്കി എടുക്കാം. അതിൽ ആ ഒരു ഏരിയ ഫുള്ളൊന്ന് നമുക്കൊന്ന് കളച്ച് റെഡിയാക്കി കുഴി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ എല്ലാ ചെടികളും നട്ടു കൊടുക്കുന്ന പോലെ തന്നെ നല്ല വളവും ചകിരിച്ചോറും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മിശ്രിതം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെടി നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ വളർന്നു വരാനുള്ള ചെടിയാണല്ലോ, കുറച്ച് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മണ്ണിൽ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇതിനെ ഒന്ന് അടർത്തിയെടുക്കാം. എന്നിട്ട് അത് ആ ഒരു കുഴിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളത് ആ കുഴിയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ചൊരു ഹൈറ്റ് വരുന്നൊരു കമ്പ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൊരു മുളം കമ്പാണ്. അത് വെച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു വളക്കൂട്ടും ഒക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ ഒന്ന് ഇട്ടാണ്ട് അവിടെ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിൽ നല്ല പൂക്കൾ ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പോൾ അത് കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആ പൂക്കളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് മുകളിലോട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഈ കമ്പിലോട്ട് നീർത്തി കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അത് വളഞ്ഞ് ചാടി മണ്ണിലോട്ട് തന്നെ ഇങ്ങനെ കുമ്പിളായി പോകും. അപ്പോൾ അങ്ങനെ പോവാതെ അത് ആ ഹൈറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മളതിങ്ങനെ ആ ഒരു കമ്പിൽ എപ്പോഴും വെച്ച് കെട്ടി കൊടുക്കണം, എന്നാലേ അത് ക്ലിയറായി നിൽക്കുള്ളൂ. പിന്നെ അതുപോലെ അതിൻ്റെ താഴെ ഭാഗമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത് കേട്ടോ. നമ്മൾ ഈ ഒരു ചെടി കണ്ടോ, അപ്പോൾ ഞാനത് നട്ട് വെച്ചിട്ട് 2.5 മാസം ഏകദേശം 2.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് അത്യാവശ്യം നല്ല വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ആ ഒരു പൈപ്പ് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത് PVC പൈപ്പല്ല, അതിന് പകരം നമ്മുടെ പുകക്കോയിലിൻ്റെ ഒരു പീസാണ്. അപ്പോൾ PVC പൈപ്പിന് അന്വേഷിച്ച സമയത്ത് ഇത്ര മണ്ണല്ലതിന് കിട്ടാൻ ഏകദേശം 500 രൂപയാണ് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാതെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വേസ്റ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിന് ക്യാഷൊന്നും ചിലവില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. PVC പൈപ്പ് വെച്ച് ഒന്നും കൂടിയും സേഫ്റ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു സാധനം കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെടി വെച്ചാലും അതിലിങ്ങനെ വളർന്ന് തൂങ്ങി കിടക്കും. പക്ഷെ ഞാനിതിങ്ങനെ ഒരു ടയറിൻ്റെ പീസ് ബാക്കി ഉണ്ടായതുകൊണ്ട് അതങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെടി ഒന്നും കൂടി വൈഡായിട്ട് നിൽക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ.
ചെടി ഏകദേശം വളർന്ന് ആ ഒരു തൂണിൻ്റെ ഏകദേശം നല്ല പോലെ തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് കണ്ടോ ആ ചെടിയൊക്കെ ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല തൂമ്പൊക്കെ വന്നിട്ട് ആ ഒരു ബുഷിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ എല്ലാ തലകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ തുരുമ്പൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് വളം അടിച്ച് കൊടുത്താൽ, കുറച്ച് വളം ഞാൻ ഇംഗ്ലീഷ് വളമാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് NPK 19 ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ആ 1 ലിറ്റർ വെള്ളം മുഴുവനായിട്ടൊന്നും ഞാൻ സ്പ്രേ ചെയ്യണില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പൂവിടാൻ തുടങ്ങും കേട്ടോ. എല്ലാ നോബിലും ഇങ്ങനെ മുട്ടൊക്കെ വന്നിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ചെടി കാണാൻ. ഇനി കുറച്ചും കൂടി പൂവിട്ടിട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ. അപ്പോൾ ഇതിലും നല്ല പോലെ തന്നെ പൂക്കൾ ഇനി വരണം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൂവ് ഉണ്ടായി അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടെ വളം കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി നല്ല പോലെ തിക്കായിട്ട് വളർന്നതിന് ശേഷം വീണ്ടും പൂവിടും. അപ്പോൾ ഏകദേശം 4-5 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടത്. അവർ ചെടി നട്ടത് മുതൽ 4-5 മാസം കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ മഴയായിരുന്നല്ലോ, ആ സമയങ്ങളിലൊക്കെ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പൂക്കൾ കുറവുള്ളത്. മഴക്കാലത്ത് മാത്രമാണ് ഈ ഒരു ചെടിയിൽ പൂക്കൾ കുറയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നല്ല പോലെ പൂക്കൾ വരുന്ന ചെടിയാണ്. ഇപ്പോൾ ഇത് ഒരു ഏകദേശം 7 മാസത്തോളം ആയിട്ടുള്ള ചെടിയാണ്. കണ്ടോ അപ്പോൾ ചെടി കണ്ടോ വളർന്ന് ആ നിലത്ത് തട്ടലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വളർത്താനവർക്ക് അങ്ങനെ വളർത്താം. അതായത് ചെടി ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നിലത്തോട്ട് ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ വളർത്താം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എനിക്ക് കുറച്ച് ഹൈറ്റിൽ ആ ഒരു തൂണ് ചുമന്ന കളറിൽ കാണണം. പിന്നെ അതിൻ്റെ ഹൈറ്റിൽ മാത്രം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റേഞ്ചിലേക്ക് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് കൊറോണ വന്നത് കാരണം ഈ ഒരു ചെടിയൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല വളർന്ന് താഴെ എത്തിയത്. അതിൻ്റെ മുന്നേ തന്നെ അത് ശരിക്കും ഒന്ന് കെട്ടിക്കൊടുക്കേണ്ടിയിരുന്നു. കുറച്ചുകൂടെ മേലോട്ട് പൊന്തിച്ച് കെട്ടിയിട്ടാണ് ഇതുപോലെ ആക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. ഇതുപോലെ തന്നെ ഇതിനെ നിലനിർത്താനാണെങ്കിൽ നമുക്ക് ആ തൂണിനൊന്നും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ പെയിൻറ്റ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ മുകളിലൊന്നായിട്ട് ഇങ്ങനെ കവിഞ്ഞ് വന്ന് നിലത്ത് തട്ടി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ചെടി അപ്പം ഉണ്ടാവുക. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല, ഒരു മരത്തിൻ്റെ ഒരു പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ലുക്കിൽ ആക്കി തീർക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉയർത്തി പൊന്തിച്ച് കെട്ടണം. അത് കുറച്ച് റിസ്ക്കാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ തന്നെ എനിക്കത് കെട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത്. ഒരു ചെറിയ കമ്പ് അതിലോട്ട് താഴ്ത്തി വെച്ചിട്ട് അതായത് മണ്ണിലോട്ട് നട്ടു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് വലിച്ചു കെട്ടുകയാണ് ചെയ്തത്. പിന്നെ ആ റിങ്ങും തന്നെ മുകളിൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ വൈഡായിട്ട് തന്നെ ചെടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് റെഡിയാക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുന്നത് വള്ളിച്ചെടി അല്ലാത്ത ഇതുപോലെയല്ല കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ലെൻഡാന ആണെങ്കിൽ അത് ഇതുപോലെയാണ് നട്ടു കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു കുഴലിൽ ആദ്യം മണ്ണ് നിറച്ചിട്ട് അതിൽ 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചാണ്ട് പിന്നെ ചെടി അതിൽ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ ചെടി നല്ല ബുഷിയായിട്ട് ഇങ്ങനെ മുകളിൽ നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം വളവും ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ നട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നട്ടതാണ് ഇത്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഈ ഒരു ലെൻഡാനയൊക്കെ എൻ്റെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് കാണിച്ച ആ ഒരു കുഴലൊക്കെ വാങ്ങിയിട്ടുള്ളത് പറഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള കോയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അതിനധികം റേറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലെൻഡാന അങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.